നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 നവംബർ 8 ശനിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജെറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. സ്ത്രീകളുമായി അടുത്ത് ഇടപഴകുവാൻ ഇന്ന് അവസരം ലഭിക്കും. കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി, ധനപരമായ നേട്ടം എന്നിവ ഉണ്ടാകും. വ്യക്തിബന്ധങ്ങളിൽ നിന്ന് സന്തോഷം നിലനിർത്താൻ സാധിക്കുന്നതാണ്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും ധനസമ്പാദനവും ഇന്ന് വന്നു ചേരും. തൊഴിൽ രഹിതർക്ക് അർഹമായ തൊഴിൽ അവസരങ്ങൾ നേടാൻ സാധിക്കും. ഇന്ന് പുതിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന നല്ല ദിനമായിരിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങളും കുടുംബ ഐശ്വര്യവും ഇന്നുണ്ടാകും. ആഭരണ അലങ്കാര വസ്തുക്കളുടെ വർധനവ്, ദാമ്പത്യപരമായ ഐക്യം എന്നിവ അനുഭവത്തിൽ വരും. കുടുംബപരമായ കാര്യങ്ങളിൽ സന്തോഷം നിലനിൽക്കുന്ന ഒരു നല്ല ദിനമാണിത്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. രോഗാതി ദുരിതം അനുഭവിക്കേണ്ട സാഹചര്യം ഇന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമോ അകൽച്ചയോ ഉണ്ടാകും. അനാവശ്യ ബന്ധങ്ങൾ ഉടലെടുക്കുവാനും വ്യാപാര പരാജയം നേരിടാനും ഇടയുണ്ട്. ഇന്ന് എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പാലിക്കുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. നല്ല സുഹൃത്തുക്കളെ ലഭിക്കുവാനും കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുവാനും ഇന്ന് യോഗമുണ്ട്. സാമ്പത്തികമായ പുരോഗതി, ദാമ്പത്യ ഐക്യം, ഭക്ഷണ സുഖം, ബന്ധുജന സമാഗമം എന്നിവ ഉണ്ടാകും. അനുകൂലമായ ഒരു ദിനമായിരിക്കും ഇന്ന്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകും. സുതാര്യമായ അവതരണ ശൈലിയിൽ എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റും. അപവാദ പ്രചാരണങ്ങൾ നിഷ്ഫലമാകും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷവും സൗഖ്യവും ഉണ്ടാകും. കാര്യങ്ങൾ അനുകൂലമാവുന്ന ഒരു നല്ല ദിനമാണിത്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഭക്ഷണ സുഖക്കുറവ് അനുഭവപ്പെടുകയും ഭക്ഷ്യവിഷബാധ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. ശത്രുഭയം, നിയമപരമായ കാര്യങ്ങളിൽ പരാജയം, മനഃശാന്തിക്കുറവ്, ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ദിവസത്തിന്റെ തുടക്കത്തിൽ ദാമ്പത്യ ഐക്യം, ഭക്ഷണസുഖം, ധനപരമായ ലാഭം എന്നിവ ഉണ്ടാകും. എന്നാൽ മധ്യാഹ്നം മുതൽ മനഃശാന്തി കുറയുകയും രോഗാതി ദുരിതം അലട്ടുകയും ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ ജാഗ്രത പാലിക്കുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. സഹപ്രവർത്തകരുമായി ഉല്ലാസയാത്ര പോകാൻ ഇന്ന് അവസരം വന്നു ചേരും. വളരെ നാളായി കാണാതിരുന്ന ബന്ധുജനങ്ങളെ കണ്ടുമുട്ടും. ദാമ്പത്യ ഐക്യം, ധനപരമായ ലാഭം, ബിസിനസ്സിൽ പുരോഗതി എന്നിവ ഉണ്ടാകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ദിവസത്തിന്റെ തുടക്കത്തിൽ ശത്രുഭയം, നിയമപരമായ കാര്യങ്ങളിൽ പരാജയം എന്നിവ ഉണ്ടായേക്കാം. എന്നാൽ വാരം അവസാനം ദാമ്പത്യ ഐക്യം, മനസുഖം എന്നിവ ലഭിക്കും. വിഷമതകളെ ക്ഷമയോടെ നേരിടുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ജീവിത പങ്കാളിയുമായും കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരുമായും വാക്കുതർക്കത്തിൽപ്പെട്ട് മനഃശാന്തി കുറയും. ഏതെങ്കിലും ബാങ്ക് ലോണിൽ നടപടി നേരിടേണ്ടി വരും. ശത്രുദോഷം, നിയമപരമായ പരാജയം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ദിവസത്തിന്റെ തുടക്കത്തിൽ എല്ലാ കാര്യങ്ങളിലും അസാമാന്യമായ ധൈര്യവും പക്വതയും ഉണ്ടാകും. എന്നാൽ മധ്യാഹ്നം മുതൽ മനഃശാന്തി കുറയാൻ സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ശ്രദ്ധ നൽകുന്നത് ഗുണകരമാകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.